നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കോട്ടയം ജില്ല വഴികാട്ടിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. കോട്ടയത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചു. ഇടതുമുന്നണിയിലെ കക്ഷികളെ യു.ഡി.എഫിലേക്ക് ക്ഷണിക്കുന്നത് ബലഹീനതയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഭരണത്തിൽ തിരിച്ചുവരാനാകില്ലെന്ന് യു.ഡി.എഫിന് ബോധ്യമെന്നും മന്ത്രി. സുംബ വിവാദത്തിൽ പ്രതികരിച്ച മന്ത്രി എം.പി. രാജേഷ്. സുംബയ്ക്കെതിരായ ചിലരുടെ പരാമർശം നിർഭാഗ്യകരമെന്ന മന്ത്രി. ആധുനിക നൂറ്റാണ്ടിലെ വികല ചിന്തകൾ മാറണമെന്നും മന്ത്രി. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെ സംബന്ധിച്ച് പൊൻകുന്നത്ത് ബോധവൽക്കരണ ക്ലാസ്. ജില്ലാ പോലീസിന്റെ നേതൃത്വം. 150 പേരുടെ പങ്കാളിത്തം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പ്രഖ്യാപനം നടത്തി. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. 2021 ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എടുത്ത ആദ്യ തീരുമാനമാണ് 2025 നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്നത്. അതിനായി എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച പുരോഗതി ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ആശ്ചര്യത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. നവംബർ 1 കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിന് ആമുഖമെഴുതിയ ജില്ലയായി കോട്ടയം മാറിയെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്. നവംബർ 1 കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിന് ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും പറയപ്പെടും. ഒരു കാര്യം കൂടി ഞാനിവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഇതിൽ നമുക്ക് അഭിമാനകരമായൊരു നേട്ടം ഉണ്ടായി. എന്നാൽ അത്ര അഭിമാനകരമല്ലാത്ത ഒരു സ്ഥിതിയിലുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. അത് മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴേ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതായി പറയാൻ കഴിയൂവെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അതിദരിദ്രർ ഇല്ലാത്ത കോട്ടയം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി അഭിനന്ദനം അറിയിച്ചു. മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല. നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയാടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രംഗത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച ടീം വർക്കിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥ പ്രമുഖരെയും ജനപ്രതിനിധികളെയും എല്ലാം ഈ ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രത്യേകമായി അവരോടുള്ള നന്ദി കടപ്പാട് നിശ്ചയമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക മന്ത്രി എം.പി. രാജേഷ് മന്ത്രി വി.എൻ. വാസവന് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ. ജയരാജ്, എം.എൽ.എമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, സി.കെ. ആശ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കെ. മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മുകേഷ് കെ. മണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി.സി. ബാലഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2021 ഒക്ടോബറിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ജില്ലാ കളക്ടർ ഡോക്ടർ പി.കെ. ജയശ്രീ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പി.എസ്. ഷിനോ എന്നിവരുടെ ചുമതലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത്. പിന്നീട് വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കെ.വി. ബിന്ദുവും ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരിയും പ്രവർത്തനങ്ങൾ തുടർന്നു. നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറിന്റെയും ജില്ലാ കളക്ടർ ജോൺ വി. സാമുവലിന്റെയും പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസിന്റെയും നേതൃത്വത്തിലാണ് ലക്ഷ്യം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ത്യയിലെ തന്നെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായിരിക്കും കോട്ടയമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. അതിദരിദ്രരുടെ പുനരധിവാസത്തിനും ഉപജീവനത്തിനുമായി 978 മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നതായും മന്ത്രി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പ്രഖ്യാപിച്ചതായി മന്ത്രി വി.എൻ. വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയായിരിക്കും കോട്ടയം. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്താനുള്ള അതിദാരിദ്ര്യ നിർണയ വിവരശേഖര പ്രക്രിയ കോട്ടയം ജില്ലയിൽ 2021 ഒക്ടോബറിൽ ആരംഭിച്ചു. ജനകീയമായാണ് സർവേ നടപടികൾ നടത്തിയത്. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വീടില്ലാത്തവർ, വീടും സ്ഥലവും ഇല്ലാത്തവർ എന്നീ ക്ലേശഘട്ടങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യം നിർണയിച്ചത്. 2022 ജനുവരി 10 അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച ജില്ലയായി കോട്ടയം. അന്തിമ പട്ടികയിൽ 903 പേരെ അതിദരിദ്രരായി കണ്ടെത്തി. അതിദരിദ്രരുടെ പുനരധിവാസത്തിനും ഉപജീവനത്തിനുമായി 2022 ഓഗസ്റ്റിൽ 978 മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. സംസ്ഥാനത്ത് ആദ്യമായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയതും കോട്ടയമാണ്. 2022 ഒക്ടോബറിൽ നിർവഹണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യ നിർവഹണം ആരംഭിച്ചതും കോട്ടയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി മൈക്രോ പ്ലാനുകൾ നടപ്പാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തയ്യാറാക്കിയ മൈക്രോ പ്ലാൻ പ്രകാരം ഭക്ഷണവും മരുന്നുകൾ, പാലിയേറ്റീവ് കെയർ, ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കി. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യൽ, ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത് ഭക്ഷണം നൽകൽ തുടങ്ങിയവ ലഭ്യമാക്കി തുടർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ 605 കുടുംബങ്ങൾക്കാണ് സേവനം നൽകുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. പ്രധാനമായും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യൽ, ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണം നൽകി തുടങ്ങി. അതോടൊപ്പം തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിൽ 605 കുടുംബങ്ങൾക്കാണ് സേവനം നൽകുന്നത്. മരുന്നുകൾ ആവശ്യമുള്ള 693 കുടുംബങ്ങൾ അത് മരുന്ന് ലഭ്യമാക്കി. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ആവശ്യമായി വരുന്ന 206 കുടുംബങ്ങൾക്ക് ഇപ്പോഴും സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. മരുന്നുകൾ ആവശ്യമുള്ള 693 കുടുംബങ്ങൾക്ക് അവ ലഭ്യമാക്കി. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ ആവശ്യമായിരുന്ന 206 കുടുംബങ്ങൾക്കും സേവനം നൽകുന്നു. ആരോഗ്യ സുരക്ഷാ സാമഗ്രികൾ ആവശ്യമായിരുന്ന 6 കുടുംബങ്ങൾക്കും ലഭ്യമാക്കി. വരുമാന മാർഗം ഒരുക്കി കൊടുക്കേണ്ടിയിരുന്ന 155 കുടുംബങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കി. കുടുംബശ്രീ ഉപജീവനം പദ്ധതി വഴി 140 കുടുംബങ്ങൾക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി 6 കുടുംബങ്ങൾക്കും, മറ്റു വകുപ്പുകൾ വഴി 5 കുടുംബങ്ങൾക്കും, സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി 5 കുടുംബങ്ങൾക്കും വരുമാന മാർഗങ്ങൾ ലഭ്യമാക്കി. ഭവനരഹിതരും ഭൂരഹിത ഭവനരഹിതരും ആയ മുഴുവൻ പേർക്കും സുരക്ഷിത വാസസ്ഥലങ്ങൾ ഉറപ്പാക്കി. അതിദരിദ്ര കുടുംബങ്ങളിലെ വീട് മാത്രം ആവശ്യമായ 67 കുടുംബങ്ങൾക്ക് വീട് ഉറപ്പാക്കി. വീടും വസ്തുവും വീടും ആവശ്യമായിട്ടുള്ള 50 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, സി.കെ. ആശ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ. അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനോ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ഡെവിൻ ജോൺ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF ഇടതുമുന്നണിയിലെ കക്ഷികളെ ക്ഷണിക്കുന്നത് അവരുടെ ബലഹീനതയാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഭരണത്തിൽ തിരിച്ചുവരാനാകില്ലെന്ന് UDFന് ബോധ്യമായി. ജോസ് കെ മാണിയും ബിനോയ് വിശ്വവും ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞെന്നും മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ഇപ്പൊ UDF ചില കക്ഷികളെ ക്ഷണിക്കുന്നു. അതിന്റെ അർത്ഥം UDFന്റെ ബലഹീനത തന്നെയാണ്. UDFന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് CPIയെ ക്ഷണിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു. അത് ഇന്നലെ ബഹുമാന്യനായ ജോസ് കെ മാണി MP തന്നെ സൂചിപ്പിച്ചു. വിഷമകരമായ സാഹചര്യം അവർക്കുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത്. അവർ കൃത്യമായി ചവിട്ടി പുറത്താക്കിയവരെ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന ചോദ്യം ഉന്നയിച്ചിട്ടും അവരുടെ പുറകെ പിന്നെ ഇവർ നടക്കാൻ ഇടവരുന്നത് അവരുടെ വിഷമകരമായ സാഹചര്യം തന്നെയാണ്. ഇന്നത്തെ സ്ഥിതി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വവും നല്ല മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. സ്കൂളുകളിലെ സുംബ ഡാൻസ് പദ്ധതി വിദഗ്ധർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഒന്നാണെന്ന് മന്ത്രി M.B. രാജേഷ്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. ഇതിനെതിരായ പരാമർശം നിർഭാഗ്യകരമെന്നും മന്ത്രി M.B. രാജേഷ് പറഞ്ഞു. ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ബഹിരാകാശത്ത് എത്തിയ ആധുനിക യുഗത്തിൽ സുംബ ഡാൻസിനെതിരായ വികല ചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് പറയുന്നവർ ചിന്തിക്കണമെന്നും മന്ത്രി M.B. രാജേഷ് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ ഇത് സംബന്ധിച്ച് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. വിദഗ്ധരുടെ വിപുലമായൊരു യോഗത്തിൽ വന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അപ്പൊ ആ നിർദ്ദേശം നടപ്പാക്കുമ്പോൾ അതിനെതിരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് വളരെ നിർഭാഗ്യകരമാണ്.
നമ്മളെല്ലാവരും ഓർക്കേണ്ടത് ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ് എന്നതാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു എന്നത് ഉചിതമാണോ? ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. അത്രേ പറയാനുള്ളൂ. കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു. പൊൻകുന്ന് വ്യാപാര ഭവനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 150ഓളം SC/ST അംഗങ്ങളും സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമ ബോധവൽക്കരണ ക്ലാസ് നടന്നു. പൊൻകുന്നം വ്യാപാര ഭവനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേം ശങ്കർ ക്ലാസ് നയിച്ചു. ഈ പട്ടികജാതിയിൽപ്പെട്ട അംഗത്തിനെതിരെ നടത്തപ്പെടുന്ന ക്രൂരകൃത്യങ്ങൾ പ്രതിയെ ആ പ്രദേശത്തു നിന്നും ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഈ കോടതികൾക്ക് അധികാരം, പുറത്താക്കാൻ. ഇനി ആവർത്തിച്ചുള്ള ഒരു കുറ്റം ചെയ്തു അയാളെ പുറത്താക്കി വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കുവാനുള്ള നിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതുമാത്രമല്ല, പോലീസ് ഓഫീസേഴ്സിന് കൊടുക്കുന്ന മറ്റൊരു അധികാരം എന്ന് പറയുന്നത് ഇയാളുടെ ഫോട്ടോ എടുക്കാനും ഇയാളുടെ അളവുകൾ മെഷർമെന്റ് എടുക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥർക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ നിഷേധിച്ചാൽ അതിന് പ്രത്യേകം പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് പറയുന്നു. അത് നേരത്തെ 180 IPC പറഞ്ഞിരുന്നത് 221 ഭാരതീയ ന്യായ സംഹിതയിൽ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എരുമേലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ED ബിജു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായ അനിൽ ജോർജ്, ശ്യാംകുമാർ, രാകേഷ്, T ദിലീഷ്, ജാഗ്രതാ സമിതി അംഗം ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. 150ഓളം പേർ ക്ലാസ്സിൽ പങ്കാളികളായി. വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ അസം സ്വദേശിയായ 20കാരൻ കോട്ടയത്ത് റെയിൽവേ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശിയായ അമിനുൾ ഇസ്ലാമിനെയാണ് ചെങ്ങന്നൂർ RPFന്റെ സഹായത്തോടെ കോട്ടയം റെയിൽവേ പോലീസ് SHO റെജി P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇന്ന് രാവിലെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരുടെ മൊബൈൽ ഫോണാണ് ഇയാൾ മോഷ്ടിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പാടി യൂണിറ്റിന്റെ 48ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പാമ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പാമ്പാടി ഓൺലൈൻ എന്ന പേരിൽ ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാമ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവുള്ളവർക്ക് പാമ്പാടി ഓൺലൈൻ എന്ന സൈറ്റിൽ കയറി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനും നമ്മുടെ ഈ പാമ്പാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിലുള്ള 400 കടകളെ ചേർത്ത് ആ കടകളെ പറ്റിയുള്ള വിവരങ്ങളും ആ കടകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആ സൈറ്റിൽ കയറി ഇപ്പം അത്യാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 2 കിലോ അരി വേണം. നമ്മുടെ സൈറ്റിൽ കയറി റൈസ് എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ യൂണിറ്റിൽ റൈസ് കിട്ടുന്ന കടകളുടെ എല്ലാം ലിസ്റ്റ് അതിൽ വരും. അതിൽ നമുക്ക് വേണ്ട സാധനം റൈസ് അല്ലെങ്കിൽ ആ റൈസിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ അടുത്തുള്ള കട ചൂസ് ചെയ്യാം. ആ കടയുടെ ലൊക്കേഷൻ കാണിക്കും, അതിലെ ഫോൺ നമ്പർ കാണിക്കും. അടുത്തുള്ള കട നമ്മൾ ചൂസ് ചെയ്യുന്ന കടയിൽ സാധനത്തിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കടയുടെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് ഒരു കോൾ പോകും. ആ കോൾ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കടയുടമയായിട്ട് പറഞ്ഞു അതിൻ്റെ വില നിശ്ചയിച്ചു കൊടുത്തുവിടുന്നതാണെങ്കിൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് വരും നമുക്കത് റെഡിയാക്കി വെക്കണം എന്ന് പറയാം. കൊടുത്തുവിടാനാണെങ്കിൽ അത് ഓൺലൈൻ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യം വരെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ പാമ്പാടി ഓൺലൈൻ എന്ന വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഈ കൂട്ടത്തിൽ നടത്തുന്നത്. പാലാ കട്ടക്കയം കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാലയിൽ നിന്നും മദ്യം വാങ്ങാനെത്തിയ ആളെ അതിക്രമിച്ച് 3000 രൂപ അടങ്ങിയ പേഴ്സും 13,000 രൂപ വില വരുന്ന ഫോണും കവർന്ന കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കടനാട് പൂവൻതുടത്തിൽ മജീഷ് എന്നയാളെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലാ, ഈരാറ്റുപേട്ട, മേലുകാവ് എന്നീ സ്റ്റേഷനുകളിലെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റൊരു പ്രതി ജോജോ ജോർജിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു.
പാല MG ഗവൺമെന്റ് സ്കൂളിന്റെ പഴയ കെട്ടിടം ശോച്യാവസ്ഥയിലായി. മേൽഭാഗത്തെ സിമന്റ് പാളികൾ അടർന്നു വീണ് കമ്പി തെളിഞ്ഞു. പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പഴയ കെട്ടിടം ശോചനീയാവസ്ഥയിൽ. 90 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണിത്. പുതിയ ബഹുനില മന്ദിരം വന്നതോടെ ഇപ്പോൾ ക്ലാസുകൾ ഈ കെട്ടിടത്തിൽ നടക്കുന്നില്ലെങ്കിലും കുട്ടികൾ ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തായി വിശ്രമിക്കുന്നുണ്ട്. മേൽഭാഗത്തെ സിമന്റ് പാളികൾ അടർന്നു വീണ കമ്പികൾ കാണാം. കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയും തുരുമ്പെടുത്ത് നശിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയരുന്നത്. പാല നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. തറയോടുകളും ഇളകിയിട്ടുണ്ട്. കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും ആശങ്കയിലാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റി ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയണമെന്ന് സ്കൂൾ ജാഗ്രതാ സമിതിയും അധ്യാപകരും രക്ഷകർത്താക്കളും ആവശ്യപ്പെടുന്നു. ഒരുമിച്ചിരുത്തി ഉള്ള ഒരു പരിപാടികൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാം നടത്തുന്നതിനൊക്കെ ഒരു ഓഡിറ്റോറിയത്തിന്റെ വളരെ കുറവുണ്ട്. അത് ഞാനും മൈക്കിളും ഒക്കെ കഴിഞ്ഞ ഈയിടെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അത് അനുഭവപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ, മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യം മനസ്സിലാക്കി ഈ കെട്ടിടം പൊളിച്ചു മാറ്റി ഇവിടെ നല്ലൊരു ഓഡിറ്റോറിയം പണിത് നമ്മുടെ ഈ സ്കൂളിൻ്റെ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക. അതുവഴി കുട്ടികൾക്കും ഗുണമുണ്ട്. പല രക്ഷിതാക്കളും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മെറിറ്റ് വെച്ചിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടേ ഇരുത്തിയുള്ളൂ, ബാക്കി ഇരുത്താൻ പറ്റിയില്ല, ഇടയില്ല. അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവപൂർവ്വം എടുത്ത് ഈ അധ്യയന വർഷത്തിൽ തന്നെ ഇതിന് തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുക. ന്യൂസ് ബ്യൂറോ, പാല. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്ന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 8,930 രൂപയായി. പവന് 440 രൂപ കുറഞ്ഞ് 71,440 രൂപയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കോട്ടയം ജില്ല വഴികാട്ടിയെന്ന് മന്ത്രി MB രാജേഷ്. കോട്ടയത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചു. ഇടതുമുന്നണിയിലെ കക്ഷികളെ UDF-ലേക്ക് ക്ഷണിക്കുന്നത് ബലഹീനതയെന്ന് മന്ത്രി VN വാസവൻ. ഭരണത്തിൽ തിരിച്ചു വരാനാകില്ലെന്ന് UDF-ന് ബോധ്യമെന്നും മന്ത്രി. സുംബ വിവാദത്തിൽ പ്രതികരിച്ച മന്ത്രി MB രാജേഷ്. സുംബയ്ക്കെതിരായ ചിലരുടെ പരാമർശം നിർഭാഗ്യകരമെന്ന മന്ത്രി. ആധുനിക നൂറ്റാണ്ടിലെ വികല ചിന്തകൾ മാറണമെന്നും മന്ത്രി. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തെ സംബന്ധിച്ച് പൊൻകുന്നത്ത് ബോധവൽക്കരണ ക്ലാസ്. ജില്ലാ പോലീസിന്റെ നേതൃത്വം. 150 പേരുടെ പങ്കാളിത്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.